ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്ന് ഞാൻ അഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ മാറ്റി നടുകയാണ് കേട്ടോ. ഇത് ചെറിയ തൈകളാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ട് വളർത്തിയെടുത്ത പ്ലാന്റുകളാണ്. അപ്പോൾ അതങ്ങനെ ഒരു പ്ലാന്റുകളൊക്കെ നടാൻ നേരത്ത് നമ്മൾ ആദ്യം പുതിയ പോട്ടിലേക്ക് മാറ്റാൻ നേരത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലാന്റുകളെ ആദ്യം പറിച്ച് വെക്കല്ല, അതിന് വേണ്ട പോട്ടിംഗ് മിക്സിനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം ഞാൻ പറമ്പിലെ കുറച്ച് മണ്ണാണ് എടുത്ത് കുറച്ച് വലിയ കല്ലുകളൊക്കെ പൊക്കിയ മണ്ണ് കേട്ടോ. പിന്നെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി കുറച്ച് വലിയ കട്ടകളൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പോട്ടിംഗ് മിക്സ് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് കരിയിലയാണ്. കരിയില എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ പൊടിയുന്ന ലീഫുകൾ തന്നെ എടുക്കുക. പിന്നെ ഈ റബ്ബറിൻ്റെ ഇല, അതുപോലെ മഹാഗണി, അതുപോലത്തെ ഇലകളൊക്കെ എടുക്കാതെ കിട്ടും. കാരണം അത് കുറച്ചധികം ടൈം എടുക്കും മണ്ണിൽ സെറ്റാവാൻ. ബാക്കി ഇലകളൊക്കെ ആണെങ്കിൽ കുറച്ച് വേഗം സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു വളമാണ് കേട്ടോ ഞാൻ ഇതിന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഗ്ലോണിമ പ്ലാന്റ് വളർന്നു കിട്ടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, നമ്മളിപ്പോൾ എന്തൊക്കെ പോട്ടിങ്ങിൽ സെറ്റ് ചെയ്താലും ഒരുപാട് പേർക്ക് ഒരു റിസൾട്ടും കിട്ടാത്തതുണ്ട്. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും പ്ലാന്റ് സക്സസ് ആയി വളരുന്നില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പോട്ടിങ് മാത്രമല്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പ്ലാന്റിനും അതിന് ആപ്റ്റായ ഒരു ക്ലൈമറ്റും കൂടെ സെറ്റാക്കി കൊടുത്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഈ അഗ്ലോണിമ പ്ലാന്റൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് അടിപൊളിയായിട്ട് വളരുന്നത് കാണാറ്. ഡയറക്റ്റ് വെയിലത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്ലാന്റിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓവർ വെയിൽ വരുമ്പോൾ ഞാൻ പറയുന്നത്, ചെറിയ വെയിലൊക്കെയാണ് അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഓവർ വെയിലത്ത് ഈ പ്ലാന്റ് അത്ര സക്സസ് ആയിട്ട് വളരുന്നത് കാണാറില്ല. അപ്പം നല്ല രീതിയിൽ നല്ല വെളിച്ചം കിട്ടണം, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് മതി. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പോട്ടിങ്ങിൽ ഞാൻ മണ്ണ്, ചാണകപ്പൊടി ഏകദേശം ഈക്വൽ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇത് രണ്ടും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കരിയിലയാണ്. അപ്പോൾ ഈ ഒരു പോട്ടിൽ നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഈ കരിയിലേൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആരും അറിയാതെ പോകരുത്. അഗ്ലോണിമ പ്ലാന്റിന് വളരെ സക്സസ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ കരിയില. അത്രയും റിസൾട്ട് കിട്ടും. കാരണം ഈ ഒരു കരിയില നമ്മൾ ഈ പോട്ടിങ്ങിൽ നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ആ പോട്ടിങ് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇങ്ങനെ വരും. ആ ഒരു ബ്ലാക്ക് മണ്ണിൽ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അധികം ചിലവില്ലാതെ നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ വേറൊരു വളവും കൊടുത്തില്ലെങ്കിലും ഈ ഒരു കരിയില നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അത്രയും പൊടിച്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അളവ് നമുക്ക് കൂട്ടി ചേർക്കാം. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ അളവ് കുറച്ച് മതി. പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം പൊടിച്ചിട്ട് നല്ല പൊടിയായിട്ട് കിട്ടുന്ന കരിയിലയാണെങ്കിൽ മാക്സിമം ഈ പോട്ടിൽ നിറച്ച് കൊടുക്കുക കേട്ടോ. അത്രയും റിസൾട്ട് കൂടുകയുള്ളൂ. കാരണം അത്രയും നല്ലതാണ് അഗ്ലോണിമ പ്ലാന്റിനൊക്കെ കരിയില ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ഒരു ഏറ്റവും അടിയിൽ കരിയില, അതിൻ്റെ മേലെ മണ്ണ്, പിന്നെയും കുറച്ച് കരിയില, പിന്നെയും കുറച്ച് മണ്ണ്, ആ രീതിയിൽ ലെയറായിട്ടാണ് കേട്ടോ ചെയ്ത്. കാരണം ഈ ഒരു മണ്ണിൽ പെട്ടെന്ന് ഈ കരിയില സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ആ ഓരോ മണ്ണ് ലെയറായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കരിയില പൊടിച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ പോട്ടിൽ നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. മണ്ണ് അധികം ടൈറ്റ് ആവാതെ കീപ്പ് ചെയ്യാനൊക്കെ കരിയില സഹായിക്കും. അതുപോലെ ഈർപ്പം നിലനിർത്താനും. പിന്നെ ഈ പോട്ടി മിക്സ് ടൈറ്റായി പോകുന്നതെന്ന് കുറേ പേര് പറയാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പോട്ടിങ് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, അതിന് കൊടുക്കുന്ന ആ വെള്ളത്തിൻ്റെ അളവും കൂടി ഒന്ന് കറക്റ്റ് ആണെങ്കിൽ ആ പോട്ടിങ് ടൈറ്റായി പോകില്ല കേട്ടോ. ഇതൊക്കെ വളരെ സേഫായൊരു പോട്ടിങ്ങാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവും കൂടെ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ആ ക്ലൈമറ്റും കൂടെ ഒരു കറക്റ്റായ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോട്ടി മിക്സ് ഒന്നും ടൈറ്റായി പോവുകയില്ല കേട്ടോ. കാരണം ചാണകപ്പൊടിയും മണ്ണും കരിയിലും മാത്രമേ ഉള്ളൂ. ആ ഒരു 3 സാധനം തന്നെ ഒരളവിൽ വെള്ളം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു തണുത്തുവാണെങ്കിൽ അങ്ങനെ ടൈറ്റായി പോവുകയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടിങ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് അഗ്ലോണിമ പ്ലാന്റ് തീരെ പിടിച്ച് കിട്ടുന്നില്ല, ചീഞ്ഞു പോകുന്നു. ഈ അഗ്ലോണിമ പ്ലാന്റ് ഒന്നും തീരെ പിടിച്ച് കിട്ടാത്തവർ ഡയറക്റ്റ് നമ്മളെ പറമ്പിൽ നിന്ന് എടുക്കുന്ന മണ്ണിൽ നട്ട് വെക്കുന്നതാണ് സേഫ്. അതൊന്ന് റൂട്ട് ക്ലിയർ ആയതിൻ്റെ ശേഷം മാത്രം എന്തെങ്കിലും വളം ചേർത്തിട്ടുള്ള മണ്ണിലേക്ക് മാറ്റി നട്ടു കൊടുക്കുക. അല്ലെങ്കിൽ ആ മണ്ണിൽ തന്നെ കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുക്കുക. ആ 2 രീതി മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ചില പ്ലാന്റുകൾ ഇങ്ങനെ ആദ്യം തന്നെ കുറച്ച് വളങ്ങളൊക്കെ ചേർത്തുള്ള മണ്ണിൽ നടുന്ന സമയത്താണ് പിന്നെയും ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് മണ്ണിൽ ഒരു വളവും ചേർക്കാതെ നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുന്ന മണ്ണിൽ നട്ട് വെച്ചാൽ അത്ര പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ക്ലൈമറ്റിലേക്ക് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് ഈ പ്ലാന്റിനെ വെക്കാത്ത തന്നെയാണ് വളരെ സേഫ്. അതിൻ്റെ ലീഫിൻ്റെ കളർ വരെ ചേഞ്ച് ആയി പോവും.
നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ പ്ലാന്റ് വളർന്നു വരികയില്ല കേട്ടോ. കാരണം അത്രയും ഭംഗിയുള്ള ലീഫ്, നല്ല കളറൊക്കെ ഉള്ള ലീഫൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാട്ടോ വളർന്നു വരുന്നത് കാണാറ്, ഇങ്ങനെ ഡയറക്റ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാനിതാ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന ഒരേ ഒരു വളം ഇതാണ് കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഈ വളം തന്നെ ഞാൻ ഇതിന് പരീക്ഷിക്കുന്നത്. കാരണം ചെറിയൊരു പ്ലാന്റ് ആകുമ്പം തന്നെ പുതിയ തൈകൾ ഒരുപാട് വരുന്നതായിട്ട് എനിക്ക് കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിലും അതന്നെ ഞാൻ സക്സസ് ആയതുകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ആട്ടുംകാഷ്ടം കുതിർത്ത് പൊടിച്ചിട്ട് 3 ദിവസം വെള്ളത്തിൽ കലക്കി വെച്ചതാണ് കേട്ടോ. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഈ ഒരു രീതിയിൽ തന്നെ കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സക്സസ് ആയിരിക്കും കേട്ടോ. നല്ല തണുപ്പ് കിട്ടുന്ന ഒരു വളമാണ്, വേനൽക്കാലത്ത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണേ. പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സക്സസ് ആവുന്നവർ റിസൾട്ട് അറിയിക്കാൻ മറക്കരുതേ.